ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ILGMSൻ്റെ സൈറ്റ് വഴി എങ്ങനെ ഷോപ്പ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാമെന്നുള്ളതാണ്. അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെൻ്റായിട്ട് ആപ്ലിക്കൻറ്റിൻ്റെ ആധാർ കാർഡ്, എഴുതി തയ്യാറാക്കിയ അഫിഡവിറ്റ്, അതുപോലെ തന്നെ പ്രീവിയസ് ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് വേണ്ടി വരുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യുക. ഇതിൽ citizen.lsg കേരള അല്ലെങ്കിൽ ILGMS എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. പഞ്ചായത്ത് പരിധിയിലുള്ള സേവനങ്ങളെല്ലാം ILGMS സൈറ്റ് വഴിയാണ് ചെയ്തു നൽകാൻ സാധിക്കുന്നത്. ഓപ്പണായിട്ട് വരുന്ന പേജിൽ citizen.lsgkerala.gov.in എന്നുള്ള ലിങ്കിലാണ് ക്ലിക്ക് ചെയ്ത് കയറേണ്ടത്. ഈ ഒരു പേജിലേക്കാണ് നമ്മൾ വരിക. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ലോഗിൻ ചെയ്യുക. ഇതല്ല എങ്കിൽ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. മുൻപ് ചെയ്തിട്ടുള്ള ILGMSൻ്റെ വീഡിയോസിൽ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി അക്കൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്ത് കയറുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ID, പാസ്വേഡ്, അതുപോലെ ക്യാപ്ച കോഡ് കൊടുത്താണ് ലോഗിൻ ചെയ്യേണ്ടത്. യൂസർ ID ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് OTP വന്നിരിക്കുന്ന ഫോൺ നമ്പർ കൊടുക്കാവുന്നതാണ്. പാസ്വേഡോ അല്ലെങ്കിൽ യൂസർ ID മറന്നിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുവഴി ക്ലിക്ക് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഓപ്പണായി വരുന്ന ഹോം പേജിൽ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലൈസൻസുകളും അനുമതികളും എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ലൈസൻസുകളും അനുമതികളും എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നിലവിലെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള ആപ്ലിക്കേഷനും ചെയ്യേണ്ടത്. പഞ്ചായത്ത് പരിധിയിലെ സേവനങ്ങൾ മാത്രമാണ് ILGMSൻ്റെ സൈറ്റ് വഴി ചെയ്യാൻ സാധിക്കുക. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിയിലെ സേവനങ്ങൾ K-സ്മാർട്ട് സൈറ്റ് വഴിയാണ് ചെയ്യേണ്ടത്. ലൈസൻസുകളും അനുമതികളും എന്നുള്ള ഓപ്ഷനിൽ ഫാക്ടറികൾ, വ്യാപാരങ്ങൾ, സംരംഭ പ്രവർത്തനങ്ങൾ, മറ്റ് സേവന ലൈസൻസുകൾ എന്ന ഓപ്ഷനകത്ത് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത് അറിയിക്കൽ എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ലൈസൻസ് ക്യാൻസൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. ആ ഒരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജ് ആയിരിക്കും വരിക. ഇതിൽ അപേക്ഷയുടെ തരം, അതുപോലെ തന്നെ പ്രധാന വിഭാഗം, ഉപവിഭാഗം ഒക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടാകും. ജില്ല, ഓഫീസിൻ്റെ തരം, ഓഫീസിൻ്റെ പേര്, അപേക്ഷയുടെ തരം തുടങ്ങിയ വിവരങ്ങളൊക്കെ സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ജില്ല എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകൻ്റെ ബിസിനസ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണോ ആ ഒരു ജില്ലയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓഫീസിൻ്റെ തരം എന്നുള്ള ഓപ്ഷനിൽ പഞ്ചായത്തെന്നും, ഓഫീസിൻ്റെ പേര് എന്നുള്ള ഓപ്ഷനിൽ ഏത് പഞ്ചായത്താണെന്നുള്ളതും കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് നൽകുക. അപേക്ഷയുടെ അല്ലെങ്കിൽ അപേക്ഷകൻ്റെ തരം എന്നുള്ള ഓപ്ഷനിൽ വ്യക്തിഗതം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന അപേക്ഷയുടെ വിഭാഗം ജനറൽ ആണെന്നുണ്ടെങ്കിൽ പൊതുവിഭാഗം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന അലർട്ട് മെസ്സേജിൽ ശരിയെന്ന് കൊടുത്തതിന് ശേഷം അടുത്തത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി വരുന്ന ഭാഗത്ത് അപേക്ഷകൻ്റെ വിശദാംശങ്ങളാണ് നൽകേണ്ടത്. തിരിച്ചറിയൽ രേഖാ തരം എന്നുള്ള ഓപ്ഷനിൽ ID പ്രൂഫ് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. ഞാനിവിടെ ആധാർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് തിരിച്ചറിയൽ രേഖാ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ആധാർ നമ്പറും അപേക്ഷകൻ്റെ പേരും കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അപേക്ഷകനെ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകൻ്റെ മൊബൈൽ നമ്പറും ഇമെയിൽ ID അവൈലബിൾ ആണെങ്കിൽ ഇമെയിൽ IDയും കൃത്യമായി നൽകാവുന്നതാണ്. സ്ഥിര മേൽവിലാസം എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകൻ്റെ ഷോപ്പിൻ്റെ മേൽവിലാസമല്ല, പെർമനൻ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ് ഡീറ്റെയിൽസും ഒക്കെയാണ് നൽകേണ്ടത്. തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ എന്ന ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപേക്ഷകൻ അപേക്ഷ സമർപ്പിക്കുന്ന അതേ പഞ്ചായത്തിൽ തന്നെയാണ് അഡ്രസ്സ് വരുന്നതെങ്കിൽ തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ എന്നുള്ള ഓപ്ഷനും, പഞ്ചായത്ത് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ, അതായത് അപേക്ഷകൻ താമസിക്കുന്ന പഞ്ചായത്തും അപേക്ഷ സമർപ്പിക്കുന്ന പഞ്ചായത്തും, അല്ലെങ്കിൽ അപേക്ഷകൻ താമസിക്കുന്നത് മുനിസിപ്പാലിറ്റി ഏരിയയിലോ അല്ലെങ്കിൽ മറ്റൊരു പഞ്ചായത്ത് ഏരിയയിലോ ആണ് എന്നുണ്ടെങ്കിൽ കേരളത്തിനുള്ളിൽ എന്നുള്ള ഓപ്ഷനാണ് നൽകേണ്ടത്. വീട്ടുപേര് എന്നുള്ള ഓപ്ഷനിൽ വീട്ടുപേര് കൃത്യമായിട്ട് നൽകുക. വീട്ടു നമ്പർ അവൈലബിൾ ആണെങ്കിൽ വീട്ടു നമ്പർ നൽകുക. പ്രാദേശിക സ്ഥലം എന്നുള്ള ഓപ്ഷനിൽ ലോക്കൽ ഏരിയയും, പ്രധാന സ്ഥലം എന്നുള്ള ഓപ്ഷനിൽ പ്രധാന സ്ഥലം ഏതാണോ വരുന്നത് അതും, വാർഡ് നമ്പറും പോസ്റ്റ് ഓഫീസും ഒക്കെ സെലക്ട് ചെയ്ത് കൃത്യമായി നൽകേണ്ടതാണ്. പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്ത് നൽകുമ്പോൾ ഡിഫോൾട്ടായിട്ട് പിൻകോഡും സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ്. കത്തിടപാടുകൾ നടത്തുന്നതിനുള്ള മേൽവിലാസം എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി നൽകിയിരിക്കുന്ന സ്ഥിര മേൽവിലാസം തന്നെയാണ് പ്രസൻറ്റും പെർമനൻറ്റും, അതായത് ഒന്ന് തന്നെയാണ് വരുന്നതെങ്കിൽ സ്ഥിര മേൽവിലാസത്തിന് സമാനമാണ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകിയാൽ മതിയാകും. വിവരങ്ങളൊക്കെ കൃത്യമായി കൊടുത്തതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശരി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തത് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. നെക്സ്റ്റ് പേജിലേക്കാണ് വരുന്നത്. അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് നെക്സ്റ്റ് പേജിൽ നൽകേണ്ടത്. അപേക്ഷ തയ്യാറാക്കൽ എന്നുള്ള ഓപ്ഷനിൽ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത് അറിയിക്കൽ എന്ന് ടൈപ്പ് ചെയ്ത് നൽകാം. അതല്ല എങ്കിൽ കോപ്പി ചെയ്ത് പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്ത്
ഈ ഒരു ടാബിൽ ഇതൊന്ന് പേസ്റ്റ് ചെയ്ത് വീണ്ടും കോപ്പി ചെയ്ത് സൈറ്റിലേക്ക് പേസ്റ്റ് ചെയ്ത് നൽകാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത്. പേജിൻ്റെ താഴെയായിട്ടുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ എന്ത് ഡോക്യുമെൻ്റാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അറ്റാച്ച് ചെയ്യുന്ന ഫയലുകൾ 1 MB കുറവ് JPG അല്ലെങ്കിൽ PDF ഫോർമാറ്റിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. വിവരണം എന്നുള്ള ഓപ്ഷനിൽ എന്ത് ഫയലാണോ അറ്റാച്ച് ചെയ്യുന്നത് അതെന്താണെന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം PDF ഫോർമാറ്റിലോ JPG ഫോർമാറ്റിലോ ഉള്ള ഡോക്യുമെൻ്റ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഞാനിവിടെ അപേക്ഷകൻ്റെ ആധാർ കാർഡ്, എഴുതി തയ്യാറാക്കിയ അഫിഡവിറ്റിനകത്ത് അപേക്ഷകൻ്റെ അഡ്രസ് ഡീറ്റെയിൽസും സ്ഥാപനത്തിൻ്റെ വിവരങ്ങളും സ്ഥാപനം പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നുള്ള ഡീറ്റെയിൽസുമാണ് മെൻഷൻ ചെയ്ത് നൽകേണ്ടത്. ആധാർ കാർഡും സെൽഫ് അഫിഡവിറ്റും അതുപോലെ പ്രീവിയസ് ലൈസൻസുമാണ് അറ്റാച്ച് ചെയ്ത് നൽകിയിരിക്കുന്നത്. ഡോക്യുമെൻറ്റുകൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് അപേക്ഷകൻ അപേക്ഷ സമർപ്പിക്കുന്ന വാർഡും കത്തിടപാടുകൾക്കുള്ള മാർഗവും സെലക്ട് ചെയ്ത് നൽകാനായിട്ടുണ്ട്. കത്തിടപാടുകൾക്കുള്ള മാർഗം എന്നുള്ള ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്ത ഉപഭോക്തൃ ഇൻബോക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. അപേക്ഷയുമായി ബന്ധപ്പെട്ട വാർഡ് നമ്പർ എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകൻ്റെ വാർഡ് ഡീറ്റെയിൽസ് ഏതാണോ വരുന്നത്, അതായത് അപേക്ഷ സമർപ്പിക്കുന്ന വാർഡ് ഡീറ്റെയിൽസ് ഏതാണോ വരുന്നത് അതൊന്ന് കൃത്യമായി സെലക്ട് ചെയ്ത് നൽകിയതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓൾറെഡി നമ്മൾ സമർപ്പിക്കുന്ന അപേക്ഷയുടെ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് ആണ് അതിൽ വരുന്നത്. വിവരങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. പേജിൻ്റെ ഏറ്റവും താഴെയായിട്ടൊരു ക്യാപ്ച കോഡ് നൽകാനായിട്ടുണ്ട്. ഡിക്ലറേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് നൽകി സമർപ്പിക്കുക എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സമർപ്പിക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന അലേർട്ട് മെസ്സേജിൽ അതേന്ന് നൽകുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതാണ്. അപേക്ഷ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൈപ്പറ്റ റെസീറ്റും കൃത്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം കൺസേൺ ലോക്കൽ ബോഡിയിൽ ഫോൺ ത്രൂ കോൺടാക്ട് ചെയ്യുകയും വേണം. അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാനായിട്ട് ലോഗിൻ ചെയ്ത് കയറി ഏറ്റവും മുകളിൽ 3 ലൈൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത അപേക്ഷ എന്നുള്ള ഓപ്ഷനിൽ ഫയൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.